ഇനി അവർക്ക് ഒരു നിമിഷ നേരം പോലും ഈ കൃഷ്ണവിരഹം സാധ്യമല്ല. അവർക്ക് കൃഷ്ണനോട് ചേരണം, കൃഷ്ണം പ്രാപിക്കണം, കൃഷ്ണനെ അവർക്ക് സ്വന്തമാക്കണം, കൃഷ്ണനോട് അവർക്ക് ഐക്യം പ്രാപിക്കണം. അതിനെന്താ വഴി? അപ്പോൾ അവർക്ക് ഒരു ഗുരുനാഥനൊക്കെ ഉണ്ട്. ആ ഗുരുനാഥനോട് ചോദിച്ചു, ചാണ്ഡില്യ മഹർഷിയെ പറ്റിയാണ്. ആ പറഞ്ഞു, ഭഗവാനെ കിട്ടണമെങ്കിൽ ഭഗവതിയെ ഭജിക്കണം. മായ മറ മാറ്റി തന്നാലേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ, പ്രാപിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് കൃഷ്ണൻ, പക്ഷേ എങ്കിലും മായ മറയായിട്ട് നിൽക്കണ്ടേ. അതുകൊണ്ട് ഈ മായയാണ് ഭഗവതിയമ്മാലോ, നമ്മുടെ കാളിയമ്മ. അമ്മയെ ഭജിച്ച് പ്രാർത്ഥിച്ചാലോ അമ്മ വഴിമാറി തരും, തിരശീല മാറ്റിത്തരും. മായയാകുന്ന തിരശീല മാറ്റിത്തരുമ്പോഴോ ആ കണ്ണനെ കാണാം, ഭഗവാനെ കാണാം, ഭഗവാനെ പ്രാപിക്കാം, ഭഗവാനോട് ചേരാം. അറിയാണ്ട് ചെയ്ത തെറ്റിന് ഭഗവാനോട് സമസ്താപരപദം പറഞ്ഞാൽ ഭഗവാൻ ക്ഷമിക്കും. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ പുഴയിലേക്ക് നോക്കിയിട്ട് ആ വരുണനോട് ക്ഷമാപണം പറഞ്ഞിട്ട് ആ പുഴയിലേക്ക് നോക്കി വരുണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പുഴയിലേക്ക് ഒരു നമസ്കാരം ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഗോപിമാർക്ക് മനസ്സിലായി, ഞങ്ങളെന്തിനായി ഇനി വരുണനെ നമസ്കരിക്കണേ? ഞങ്ങളിവിടെ ഒരു മാസം ഭഗവതിയെ പൂജിച്ചു. ഭഗവതിയെ ഭജിച്ചാൽ, ദേവിയെ ഭജിച്ചാൽ ദർശനം തരേണ്ട ദേവിയല്ലേ?